നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വേട്ടയാടലിന് തിരിച്ചടി. ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറന്റ് സ്റ്റേ ചെയ്തു. കല്ലുമായി ജന്തർ മന്ദറിലെ രഹസ്യ ട്രക്ക് സമരം പൊളിക്കാനായി പോലീസ് ഗൂഢാലോചന. 100 കോടിയിലേറെ വരുമാനമുള്ളവർ 576 പേർ. 5 വർഷത്തിനിടെ 300% വർധന. പട്ടിണിപ്പാവങ്ങൾ പെരുകുന്നു. MDMA കേസ്. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് ലക്ഷങ്ങൾ. തദ്ദേശ ഫണ്ട്. LDF സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ. രമേശൻ പാലേരിക്ക് വിട നൽകി ജന്മനാട്. അന്ത്യോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. ചൂരൽമല അട്ടമല റോഡ് ഹൈടെക്കായി. 4 പ്രവൃത്തി പുരോഗമിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പച്ചക്കറി തൊട്ടാൽ പൊള്ളും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൽ തോറ്റതിന്റെ പകവീട്ടൽ. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ തടങ്കലിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടി. ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഐഷി നൽകിയ അപേക്ഷയിൽ അറസ്റ്റ് വാറന്റ് സ്റ്റേ ചെയ്തു. കേസ് പരിഗണിക്കുന്ന വ്യാഴാഴ്ച വരെ ഐഷിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു. 2021 ബംഗ ഭവനിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഭാഗമായുള്ള കേസിലാണ് പട്യാല ഹൗസ് കോടതി ഏപ്രിൽ 15 ഐഷിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് സംബന്ധിച്ച സമൻസോ അറിയിപ്പോ നൽകിയിരുന്നില്ല. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായ ഐഷിയെ തടങ്കിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ചൊവ്വ വൈകുന്നേരം CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് ഡൽഹി പോലീസ് എത്തിയിരുന്നു. 5 വർഷം മുൻപുള്ള കേസ് കുത്തിപ്പൊക്കി CJPക്കൊപ്പം നീറ്റ് ചോദ്യചോർച്ച സമരത്തിന് നേതൃത്വം നൽകിയ ഐഷിയെ ജയിലിലടക്കാനായിരുന്നു ശ്രമം. എന്നാൽ സ്വകാര്യ വാഹനത്തിൽ നെയിം പ്ലേറ്റോ യൂണിഫോമോ ഇല്ലാതെ എത്തിയ ഡൽഹി പോലീസ് സംഘത്തെ CPM നേതാക്കളും പ്രവർത്തകരും പ്രതിരോധിച്ച് തിരിച്ചയച്ചു. തുടർന്ന് അറസ്റ്റ് വാറന്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഐഷി കോടതിയെ സമീപിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രക്ഷോഭത്തിൽ തുടക്കം മുതൽ സജീവമായിരുന്ന ഐഷി സോനം വാങ്ചുക് അറസ്റ്റിലായതോടെ നിരാഹാര സമരവും നടത്തിയിരുന്നു. കല്ലുമായി ജന്തർ മന്ദറിലെ രഹസ്യ ട്രക്ക് സമരം പൊളിക്കാനായി പോലീസ് ഗൂഢാലോചന. ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തിന് സമീപം കല്ലുകൾ നിറച്ച രഹസ്യ ട്രക്ക് നിർത്തിയിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആരോപണം തള്ളി ഡൽഹി പോലീസ്. ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. CJP നടത്തിയ ചലോ സൻസദ് മാർച്ചിന് മുന്നോടിയായി സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ അക്രമത്തിലേക്ക് തള്ളിവിടാനായി പോലീസ് മനഃപൂർവ്വം കല്ലുകൾ എത്തിച്ചതാണെന്നായിരുന്നു പാർട്ടിയുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പാർട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ട്രക്ക് ജൂലൈ 16 നടന്ന ഒരു റോഡ് അപകടത്തെ തുടർന്ന് പിടിച്ചെടുത്തതാണെന്ന് പോലീസ് വ്യക്തമാക്കി. 6 പേർക്ക് പരിക്കേറ്റ ഈ അപകടവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ സ്ഥലപരിമിതിയുള്ളതിനാലാണ് വാഹനം സ്റ്റേഷന് സമീപം സൂക്ഷിച്ചിരുന്നതെന്നാണ് ഈ കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ജൂലൈ 20 പ്രതിഷേധ മാർച്ചിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കണക്കിലെടുത്ത് ഉടമയെ വിവരമറിയിച്ച ശേഷം ട്രക്കിലെ കല്ലുകൾ ഇറക്കി വാഹനം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഗൂഢാലോചനയും നടത്തിയിട്ടില്ലെന്നും ഔദ്യോഗിക ചാനലുകൾ വഴിയുള്ള വിവരങ്ങൾ മാത്രം ജനങ്ങൾ വിശ്വസിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. 100 കോടിയിലേറെ വരുമാനമുള്ളവർ 576 പേർ. 5 വർഷത്തിനിടെ 300% വർധന. പട്ടിണിപ്പാവങ്ങൾ പെരുകുന്നു. രാജ്യത്തെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ 5 വർഷത്തിനിടെ വൻ വർധന. 100 കോടി രൂപയിലധികം വരുമാനം രേഖപ്പെടുത്തുന്നവരുടെ എണ്ണം 300%-ലധികം കൂടിയതായി സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021-22 അനസ്മെന്റ് വർഷത്തിൽ 142 പേരായിരുന്നു 100 കോടിക്ക് മുകളിൽ വരുമാനമുണ്ടായിരുന്നവർ. 2025-26 ആയപ്പോഴേക്കും 576 പേരായി. അതേസമയം ഇവരുടെ മൊത്തം ആസ്തി സംബന്ധിച്ച കണക്കുകളൊന്നും സർക്കാരിന്റെ പക്കലില്ല. 5 വർഷത്തിനിടെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ 300%-ലധികം വർധനവുണ്ടായി. 2023-24 കാലയളവിൽ നേരിയ കുറവുണ്ടായെങ്കിലും തൊട്ടടുത്ത വർഷങ്ങളിൽ എണ്ണം കുത്തനെ ഉയർന്നു.
നിലവിൽ 570-ലധികം ഇന്ത്യക്കാർ പ്രതിവർഷം 100 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടുന്നുണ്ട്. രാജ്യത്തെ സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നത് സംബന്ധിച്ച ആശങ്കകൾക്കിടയിൽ ഉപഭോഗ അസമത്വം കുറയ്ക്കാനാണെന്ന് വിവിധ സർവേകൾ ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഉദാഹരിക്കുന്നു. MDMA കേസ് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ. MDMA പണമിടപാട് കേസിൽ പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരുടെ അക്കൗണ്ടിലെത്തിയത് ലക്ഷങ്ങൾ. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നത് ലക്ഷങ്ങളുടെ പണമിടപാടാണ്. അധ്യാപികമാർ ഉൾപ്പെടെ പ്രതികളുടെ 6 മാസം മുമ്പ് വരെയുള്ള അക്കൗണ്ടുകളാണ് പോലീസ് പരിശോധിച്ചത്. പേരാമ്പ്ര BRCയിലെ ട്രെയിനർ ആവളക്കുട്ടോത്ത് സ്വദേശിനി വലിയ പറമ്പിൽ നീഷ്മ, കൂരച്ചുണ്ട് ചെറുകാട് സ്വദേശിനി കൊല്ലനാരി കാവ്യ 29, മരുതോങ്കര സ്വദേശി കുഞ്ഞിരാമൻകുന്നിൽ KC കീർത്തന 28, ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, വടകര താഴെയങ്ങാടി സ്വദേശി റിസ്വാൻ എന്നിവരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ജൂൺ 28-ന് MDMA റിസ്വാൻ പോലീസ് പിടിയിലായതോടെയാണ് അധ്യാപകന്മാരെ ഇടനിലക്കാരായി നടന്ന ലഹരി വിൽപ്പനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. MDMA ഇടപാടിന് പിന്നിൽ വൻ മയക്കുമരുന്ന് ശൃംഖലയുള്ളതായി സംശയമുണ്ട്. ജില്ലയ്ക്കകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സംഘത്തെ വലയിലാക്കപ്പെട്ടിട്ടുണ്ടാകാതെ എന്നാണ് പോലീസ് നിഗമനം. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തദ്ദേശ ഫണ്ട് LDF സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചോ വികസന പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ LDF നേതൃത്വത്തിൽ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. LDF നേതാക്കൾ സംസാരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ആകെ ബാധിക്കുന്ന നടപടിക്കെതിരായി നടക്കുന്ന പ്രക്ഷോഭം വിജയിപ്പിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. LDF സർക്കാരിന്റെ കാലത്ത് 17,901 കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടായി വകയിരുത്തുന്നത്. UDF സർക്കാർ 16,369 കോടിയും 1,534 കോടിയുടെ കുറവുമുണ്ടായി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവായി 2,150 കോടി നൽകാനുണ്ട്. ഈ വർഷത്തെ ആദ്യ ഗഡു 3,396 കോടിയാണ്. മെയിൻ്റനൻസ് ഗ്രാന്റ് 1,400 കോടിയും. ഇത്രയും പണം ലഭിച്ചാലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം മുന്നോട്ടു പോകൂ. ഈ സാഹചര്യത്തിലാണ് LDF പ്രക്ഷോഭം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് നൽകാത്തതിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിലച്ചതിനെതിരെ ശക്തമായ സമരത്തിലാണ് LDF രൂപം നൽകിയിരിക്കുന്നത്. ആഗസ്റ്റ് 1, 3 തീയതികളിൽ പഞ്ചായത്തുകളിലേക്ക് ജനപ്രതിനിധികളും ബഹുജനങ്ങളും മാർച്ച് നടത്തും. ചൂരൽമല അട്ടമല റോഡ് ഹൈടെക്കായി 4 പ്രവൃത്തി പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമലയിൽ മുണ്ടക്കൈ പ്രദേശത്തെ റോഡുകൾ മികച്ച നിലവാരത്തിൽ ഉയർത്തുകയാണ്. 8 റോഡുകൾ 24 കോടി രൂപ വിനിയോഗിച്ച് പുനർനിർമ്മിക്കുന്നു. ചൂരൽമല അട്ടമല റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി. 9 കോടി രൂപ വിനിയോഗിച്ച് അത്യാധുനിക നിലവാരത്തിൽ BM&BC റോഡാണ് യാഥാർത്ഥ്യമാക്കിയത്. ചൂരൽമലയിൽ നിന്നും അട്ടമലയിലേക്ക് 2.5 കിലോമീറ്റർ റോഡാണിത്. വീതി വർദ്ധിപ്പിച്ച് 3.25 മീറ്ററാക്കി വശങ്ങളിൽ കോൺക്രീറ്റ് ചുവരുകളൊക്കെ കല്ലിട്ട് കെട്ടിയാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മനോഹരമായ പാത ഒരുക്കിയത്. 2 കിലോമീറ്ററോളം ഡ്രെയിനേജും 8 കൾവട്ടറുകളും നിർമ്മിച്ചു. വെള്ളാർമല പിടിവെട്ടി റോഡ്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം, ഗോപിമുല വില്ലേജ് ഓഫീസ് സൈറ്റ് എന്നീ റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചു. വെള്ളാർമല പട്ടാവെട്ടി, ഗോപിമുല വില്ലേജ് ഓഫീസ് റോഡ് എന്നിവിടങ്ങളിൽ കൾവട്ടറും സംരക്ഷണ ഭിത്തിയുമായി. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം റോഡിൽ 300 മീറ്റർ കോൺക്രീറ്റിന്റെ ആദ്യ പാളിയുടെ പ്രവൃത്തി കഴിഞ്ഞു. പുഞ്ചിരിമട്ടം വനറാണ് GPLS 8-ാം നമ്പർ എന്നീ റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചു. ചൂരമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം വനറാണി GLPS 8-ാം നമ്പർ റോഡുകളുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. രമേശൻ പാലേരിക്ക് വിട നൽകി ജന്മനാട്. അന്ത്യോപചാരം അർപ്പിച്ചത് ആയിരങ്ങൾ. സഹകരണ നിർമ്മാണ മേഖലയിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു ആഗോള ശ്രദ്ധയാകർഷിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശൻ പാലേരി 66 നാട് വിട നൽകി. ബുധൻ പകൽ 11-ന് നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം.
തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനത്തെ ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തിയ സഹകാരിയെ ഒരു നോക്കു കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്, മുതിർന്ന നേതാവ് AK ബാലൻ, കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നടി രേവതി തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരെത്തി. സൊസൈറ്റി പരിസരത്ത് അനുശോചന യോഗം ചേരും. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. രോഗബാധിതനായി കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 മൃതദേഹം അദ്ദേഹം പടുത്തുയർത്തിയ തൊഴിലാളികൾ ഉടമസ്ഥരായ ലോകത്തെ ഏക IT പാർക്കായ UL സൈബർ പാർക്കിൽ പൊതുദർശനത്തിനെത്തിച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് സൈബർ പാർക്കിലെത്തിയത്. സമയമേറെ വൈകിയെങ്കിലും ആളുകൾ കാത്തിരുന്നു. പിന്നീട് ടൗൺ ഹാളിലേക്ക് രാത്രി 8ഓടെ വടകരയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. കൂലിവേലക്കാരുടെ സംഘമായ ഊരാളുങ്കൽ സൊസൈറ്റി ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായി വളർത്തുന്നതിൽ രമേശൻ പാലേരി നിർണായക പങ്കുവഹിച്ചു. 1995 മുതൽ ULCDS ചെയർമാനാണ്. 1985 ഓവർസിയറായി ജോലിയിൽ പ്രവേശിച്ചു. രമേശിന്റെ നേതൃത്വത്തിലാണ് ദേശീയപാത നിർമ്മാണം മുതൽ സഹകരണ IT പാർക്ക് വരെയുള്ള നേട്ടങ്ങൾ ഊരാളുങ്കൽ സ്വന്തമാക്കിയത്. സഹകരണ മേഖലയിലെ ആദ്യ IT പാർക്കായ കോഴിക്കോട് തൊണ്ടയാട്ടെ ULCCS IT ഇൻഫ്രാസ്ട്രക്ചർ, ഇരിങ്ങാലിലെ സ്വർഗാലയ, കോവളത്തെ ക്രാഫ്റ്റിലെ ചവറയിലെ നൈപുണ്യ വികസന പരിശീലന കേന്ദ്രമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ വൈവിധ്യമാർന്ന സഹകരണ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത്. 2024 മികച്ച സഹകാരിക്കുള്ള കേരള സർക്കാരിന്റെ ആദ്യ റോബർട്ട് ഓവൻ അവാർഡ് ഫോർ ബെസ്റ്റ് കോപ്പറേറ്റീവ് ലീഡർ പുരസ്കാരം നേടി. തൊഴിൽ സഹകരണ കൗൺസിലറായ ദേശീയ ഉപദേശക സമിതി അംഗം, നാഷണൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഫൗണ്ടേഷൻ ഡയറക്ടർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് സഹകരണ ഉപസമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഓണം കളറാക്കാൻ നാട്ടിലേക്ക് വരുന്നവർക്ക് റെയിൽവേ ടിക്കറ്റ് കിട്ടാനില്ല. കണ്ണൂരേക്കും തിരിച്ചുമുള്ള ഭൂരിഭാഗം ട്രെയിനുകളിലും ആഴ്ചകൾക്ക് മുന്നേ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയായി. ഇതോടെ ബംഗളൂരു, ചെന്നൈ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഓണത്തിന് നാട്ടിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലായി. തിരക്ക് കണക്കിലെടുത്ത് മലബാറിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഇത്തവണയും റെയിൽവേ അവഗണിച്ചു. സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന ജനറൽ കോച്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയതും യാത്രാ ദുരിതം രൂക്ഷമാക്കി. എല്ലാ പ്രധാന ട്രെയിനുകളിലും സ്ലീപ്പർ ടിക്കറ്റുകൾ ആഴ്ചകൾക്ക് മുന്നേ തീർന്നു. എയർ കണ്ടീഷൻ കോച്ചുകളുടെ ടിക്കറ്റ് ശരവേഗത്തിലാണ് വിറ്റുപോയത്. വൻ തുക ഈടാക്കി സ്പോട്ട് ബുക്കിംഗ് ആരംഭിച്ചതോടെ വെയിറ്റിംഗ് ലിസ്റ്റുകൾക്ക് ടിക്കറ്റ് ലഭിക്കാതായി. ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കണ്ണൂരിലെത്താനുള്ള വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ഓഗസ്റ്റ് 21 മുതൽ 25 വരെയും MGR ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, MSS EQ ട്രെയിനുകളിൽ 20 മുതൽ 25 വരെയുമുള്ള ടിക്കറ്റ് തീർന്നു. മുംബൈയിൽ നിന്നുമുള്ള നേത്രാവതി എക്സ്പ്രസ്, ദില്ലിയിൽ നിന്നുമുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എന്നിവയിൽ 20 മുതൽ 25 വരെയുള്ള ടിക്കറ്റ് തീർന്നു. പൂനെ ERS സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് 24-നുള്ള ടിക്കറ്റും തീർന്നു. KSR ബംഗളൂരിൽ നിന്നുമുള്ള YPR കണ്ണൂർ എക്സ്പ്രസിൽ 20 മുതൽ 25 വരെയും SBC CLT എക്സ്പ്രസിൽ 20, 22, 24 തീയതികളിൽ ടിക്കറ്റുമില്ല. ഓണത്തിന് മുന്നേയുള്ള വെള്ളിയാണ് ഏറ്റവും ക്ഷാമം. വന്ദേ ഭാരത് അടക്കമുള്ള പ്രീമിയം സർവീസുകളിലും ടിക്കറ്റ് കിട്ടാനില്ല. പ്രധാന നഗരങ്ങളിൽ നിന്നും കണ്ണൂരിലേക്കുള്ള സ്വകാര്യ സ്ലീപ്പർ ബസ്സുകൾ ഇരട്ടി തുക ഈടാക്കുന്നതുവെന്ന് പരാതിയുമുണ്ടാവും. പച്ചക്കറി തൊട്ടാൽ പൊള്ളും. ഓണം അടുത്തിരിക്കെ പച്ചക്കറികൾക്ക് വില കുതിക്കുന്നു. കാരറ്റ്, ബീട്രൂട്ട്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയവയ്ക്കാണ് 2 ആഴ്ചക്കിടെ വില ഉയർന്നത്. ഇതോടെ ഇത്തവണ ഓണാഘോഷം നിറം മങ്ങുമെന്ന ആശങ്കയും ഉയർന്നു. 2 ആഴ്ച മുന്നേ 35 രൂപയായിരുന്നു കാരറ്റിന്, 7080 രൂപയായി. കിലോയ്ക്ക് 70 രൂപ ഉണ്ടായിരുന്ന ഇഞ്ചിക്ക് നിലവിൽ രൂപയാണ്. ഓണം വരെ ഇനി വില കുറയാൻ സാധ്യതയുള്ളതിന് വ്യാപാരങ്ങൾ
പറയുന്നത്. കർണാടകയിലെ ചാമരാജ് നഗർ, മൈസൂരു, ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നും വയനാട്ടിൽ നിന്നുമാണ് ജില്ലയിലേക്ക് പച്ചക്കറികൾ പ്രധാനമായും എത്തുന്നത്. ഇന്ധനവില വർധനയും കാലാവസ്ഥ അനുകൂലമല്ലാത്തതും വൈറസ് രോഗങ്ങൾ മൂലമുള്ള ഉൽപാദനം കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ചരക്ക് ലോറികളുടെ വരവ് കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണം. രണ്ടാഴ്ചയ്ക്കിടെ 50 രൂപയിലധികമാണ് വെളുത്തുള്ളിക്ക് കൂടിയത്. വെളുത്തുള്ളി 200-ന് മുകളിലാണ് ചില്ലറ വില. ചെറിയ ഉള്ളിക്കും വില കൂടി. രണ്ടാം തരമാണെങ്കിൽ 60 രൂപയാണ്. ബീൻസിനും അമരയ്ക്കും വില കൂടി. ക്യാരറ്റിന് വിപണിയിൽ ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. പയറിന് 70 രൂപയാണ്. മുരിങ്ങക്ക് 7 രൂപ 80 പൈസ. തക്കാളി വിലയിൽ മാത്രമാണ് ആശ്വാസം. 60-ൽ നിന്നും 40-ഉം പിന്നീട് 25-ഉമായി കുറഞ്ഞു. ബീറ്റ്റൂട്ടിനും വില കൂടി. കോളിഫ്ലവറിനും വില കൂടി. ഇതര സംസ്ഥാന പച്ചക്കറികൾക്ക് വില കൂടിയതും മഴക്കാലത്ത് പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതും ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നാടൻ പച്ചക്കറിയുടെ വില വർധനയ്ക്കും കാരണമായി. മാർക്കറ്റിൽ കുറച്ച് ദിവസമായി മുള്ളങ്കി കിട്ടാനില്ലെന്നും കച്ചവടക്കാർ പറഞ്ഞിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.